നിലമ്പൂരിൽ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയെ ലക്ഷ്യമിട്ട് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് വ്യാജ പ്രചരണം. ബി.ജെ.പി വോട്ടുകൾ യു.ഡി.എഫിന് നൽകിയെന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. തന്റെ പേരിൽ നടക്കുന്നത് വ്യാജ പ്രചരണമാണെന്ന് എൻ.ഡി.എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് വ്യക്തമാക്കി. നിലമ്പൂരിൽ എൻ.ഡി.എ നടത്തിയത് വലിയ മുന്നേറ്റമാണ്. വാക്കുകൾ വളച്ചൊടിച്ച് ബി.ജെ.പിക്കെതിരെ ആയുധമാക്കി മാറ്റുകയാണ് മാധ്യമങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. ശിവദാസ് കന്മനം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശിവദാസ്, കഴിഞ്ഞ ചില മണിക്കൂറുകളിൽ ബി.ജെ.പി അവിടുത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായ പറഞ്ഞ കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അത് വളച്ചൊടിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെതിരെ ഇപ്പോൾ അദ്ദേഹം രംഗത്തെത്തിയിരിക്കുകയാണ്. ചില സ്ഥാനാർത്ഥികളെ ലക്ഷ്യമിട്ട് അല്ലെങ്കിൽ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചാണ് ഇപ്പോൾ വ്യാജ പ്രചരണം നടത്തുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം നമുക്കറിയാം, ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് നിലമ്പൂരിൻ്റെ ജനവിധി അറിയാൻ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പല രീതിയിലുമുള്ള പ്രചാരണങ്ങൾ ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കണക്ക് കൂട്ടലും കൂട്ടിക്കിഴിക്കലും എല്ലാം തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് എതിരായി ഇപ്പോൾ പ്രചാരണം നടക്കുന്നത്. അതായത് ചില എൻ.ഡി.എക്ക് അല്ലാതെ മറ്റു ചില ക്യാമ്പുകളിലേക്ക് തങ്ങളുടെ വോട്ടുകൾ മറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ മറിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള ഒരു പ്രചാരണം എൻ.ഡി.എ സ്ഥാനാർത്ഥി അത്തരത്തിൽ പറഞ്ഞു എന്ന രീതിയിലുള്ള ഒരു പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് തെറ്റായ ഒരു പ്രചാരണമാണ്. താൻ അത്തരത്തിൽ പറഞ്ഞിട്ടില്ല. താൻ പറഞ്ഞ ചില കാര്യങ്ങൾ വളച്ചൊടിച്ചാണ് ചില മാധ്യമങ്ങൾ ആ രീതിയിൽ പറയുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് യു.ഡി.എഫ് ക്യാമ്പിലേക്ക് എൻ.ഡി.എയുടെ വോട്ടുകൾ പോയിട്ടുണ്ട് എന്ന രീതിയിലുള്ള പ്രചാരണമാണ് നടക്കുന്നത്. താൻ പറഞ്ഞ വാക്കുകൾ വളച്ചൊടിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം നടക്കുന്നു. കാരണം കൃത്യമായൊരു ആത്മവിശ്വാസത്തോടെ തന്നെയാണ് എൻ.ഡി.എ ക്യാമ്പ് ഇപ്പോഴും ഉള്ളത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് വോട്ടെണ്ണലിന് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ ആത്മവിശ്വാസം കൈവിട്ടിട്ടില്ല. വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് എൻ.ഡി.എ ക്യാമ്പ് ഇപ്പോഴും ഉള്ളത്. കാരണം മലയോര മേഖലയിലും അതോടൊപ്പം തന്നെ നഗര ഗ്രാമപ്രദേശങ്ങളിലും എല്ലാം തന്നെ കൃത്യമായ രീതിയിലുള്ള പ്രചാരണം എൻ.ഡി.എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കൃത്യമായ വികസന രാഷ്ട്രീയം മുൻനിർത്തിയുള്ള ഒരു പ്രചാരണമാണ് എൻ.ഡി.എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മറ്റ് ഇരു മുന്നണികളും പ്രധാന ഇരു മുന്നണികളും, അതായത് എൽ.ഡി.എഫും യു.ഡി.എഫും ആണെങ്കിൽ അവർ മതമൗലികവാദ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണമാണ് നടത്തിയത്. അത് കൃത്യമായി തന്നെ ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ.ഡി.എ ക്യാമ്പിൻ്റെ ഒരു വിലയിരുത്തൽ. ഈ തെരഞ്ഞെടുപ്പ് പോളിംഗിന് ശേഷമുള്ള ഒരു വിലയിരുത്തലാണ് അത്തരത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ വികസനം അജണ്ടയാക്കിയുള്ള ഒരു പ്രചാരണം അത് എൻ.ഡി.എക്ക് കൃത്യമായി തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ഫലത്തിൽ അത് ഫലിക്കും എന്ന് എൻ.ഡി.എ ക്യാമ്പ് വിലയിരുത്തുന്നു. ഇപ്പോൾ ഉള്ള എൻ.ഡി.എ സ്ഥാനാർത്ഥിക്കെതിരെയും ഉള്ള ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം അത് വ്യാജമായ ഒരു പ്രചാരണം ആണ് എന്നാണ് കൃത്യമായി തന്നെ എൻ.ഡി.എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് പറയുന്നത്. മലയോര മേഖലയിലെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം തന്നെ കൃത്യമായി അറിയുന്ന ഒരു വ്യക്തിയാണ് താൻ എന്ന് അദ്ദേഹം പറയുന്നു. കാരണം നമുക്കറിയാം, അഡ്വക്കേറ്റ് മോഹൻ ജോർജ് കഴിഞ്ഞ 45 വർഷത്തോളമായി ഈ നിലമ്പൂരിലെ മലയോര മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. മലയോര മേഖലയിലെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ച് വന്യജീവി ശല്യം അടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾ, നിരവധി കാട്ടാനകളും അതോടൊപ്പം തന്നെ മറ്റു കാട്ടുമൃഗങ്ങളും ഈ ഭാഗത്ത് ആളുകളെ ആക്രമിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ. അതോടൊപ്പം തന്നെ മലയോര മേഖല എന്ന് പറയുന്നത് നിരവധി കൃഷിക്കാർ ഉള്ള ഒരു ഇടം കൂടിയാണ്. ഇവിടെ കൃഷി ഉപജീവന മാർഗമാക്കിയ നിരവധി ആളുകൾ ഉണ്ട്. അവർക്ക് കൃഷി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ കാട്ടുമൃഗങ്ങൾ പലപ്പോഴും ഈ കൃഷി നശിപ്പിക്കുന്നു. ഇതിനെതിരെ ശക്തമായ ശിവദാസ്, അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളെ വളച്ചൊടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷെ അതിനുവേണ്ടി ചില മാധ്യമങ്ങളെ കൂടി ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായും അതുതന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കാരണം ഇന്ന് വൈകുന്നേരം മുതൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ചർച്ചകൾ ഉണ്ടായിരുന്നു. ചില മാധ്യമങ്ങളിലാണ് ഇത്തരത്തിൽ വ്യാജമായ രീതിയിലുള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി ശിവദാസ്, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ നിലമ്പൂരിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ചേരുകയാണ്. ശ്രീ മോഹൻ ജോർജ്, ഈ ഒരു ഘട്ടത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നു തനിക്കെതിരെ എന്ന് ഒരു ആക്ഷേപം താങ്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നിൽ ചില മുന്നണികൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം നടത്തുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്, അല്ലേ? അതെ, ബി.ജെ.പി നല്ല മുന്നേറ്റം നടത്തുമെന്ന് കണ്ട് വ്യാജ പ്രചരണം നടത്തുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി നിലമ്പൂരിൽ ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ബി.ഡി.ജെ.എസും അതേപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. നമ്മളുടെ വിജയം ഏതാണ്ട് നമ്മൾ മുന്നേറ്റം കണ്ടപ്പോൾ ഒരു വ്യാജ പ്രചരണം നടത്തുകയാണ്. റിപ്പോർട്ടർ ചാനൽ അങ്ങനെ ഒരു രാവിലെ അതിന്റെ ചാനലിന്റെ ആൾ വന്നപ്പോൾ അങ്ങനെ ഒരു വ്യാജ പ്രചരണം ഞാൻ പറഞ്ഞത് ഇന്ന് വ്യതിചരിച്ചിട്ട് ഞാൻ പറയാത്ത കാര്യങ്ങളല്ല, ഞാൻ പറഞ്ഞതിന്റെ തുടർച്ചയായി പറഞ്ഞ കാര്യങ്ങൾ ഇട്ടിരിക്കുകയാണ്. മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി ഇതിന് പിന്നിലുണ്ട്. കാരണം നാളെ ജനവിധിയാണ് വരാനിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി വ്യക്തമാണല്ലോ ഈ ഒരു ഘട്ടത്തിൽ.
അതെ അതെ, അവർക്ക് ഗൂഢലക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. BJP ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരും, നിലമ്പൂരിലെ മുഴുവൻ പ്രവർത്തകരും ആത്മാർത്ഥമായി സജീവമായി രംഗത്തുണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും BDJS ഉൾപ്പെടെ NDA മുന്നണിയിലെ മുഴുവൻ കക്ഷികളും ശക്തമായി ഈ പ്രചരണം നടത്തി. നമ്മൾ നിലമ്പൂരിന്റെ മുക്കിലും മൂലയിലും ഭാരതീയ ജനതാ പാർട്ടി സന്ദേശം എത്തിച്ചു. നമുക്ക് സജീവമായി വോട്ട് കിട്ടി, അതിന് യാതൊരു സംശയവുമില്ല. പിന്നെ അവർ ചോദിച്ചു കുടിയേറ്റ കർഷകരുടെ മുഴുവൻ വോട്ടുകൾ കിട്ടുമോ എന്ന് ചോദിച്ചു. കുടിയേറ്റ കർഷകരുടെ മുഴുവൻ വോട്ടുകൾ കിട്ടാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ അതിൽ അവർ MLA-മാരും മറ്റവരും ചെന്നത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കി. അതാണ് പ്രശ്നം ഉണ്ടായത്. അല്ലാതെ വേറെ യാതൊരുമില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ വോട്ടുകളും താമര ചിഹ്നത്തിൽ വന്നിട്ടുണ്ട്. യാതൊരു സംശയവും യാതൊരു തർക്കവുമില്ല ആ കാര്യത്തിൽ. ശ്രീ മോഹൻ ജോർജ്, ഒരു ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് പ്രയോജനകരമായ ഒന്നും ഇതുവരെ LDF-നോ UDF-നോ അവിടെ നടപ്പാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ BJP അവിടെ വരുന്നതോട് കൂടി കൂടുതൽ മുന്നേറ്റം ഈ ഒരു വിഭാഗത്തിന് ഉണ്ടാകും, അല്ലെങ്കിൽ അവർ കൂടുതൽ BJP-യെ പിന്താകുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം വരുന്നത് എന്നൊരു ആക്ഷേപം കൂടി ഉണ്ടല്ലേ? തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് ആക്സെപ്റ്റൻസ് കിട്ടിയപ്പോഴാണ് ഇവർ ഈ വ്യാജപ്രചരണം നടത്തുന്നത്. നരേന്ദ്രമോദിജിയുടെ നയങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചു. ഇവിടുത്തെ രാജീവ് ചന്ദ്രശേഖർജി നമ്മുടെ നയപ്രഖ്യാപനം നടത്തി. ഇത് കണ്ട് വിരളി പൂണ്ടിട്ടാണ് ഈ ഒരു വ്യാജപ്രചരണം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ചില ഘട്ടങ്ങളിൽ ഈ LDF UDF ഒത്തുകളി അവിടെ വരുന്നുണ്ട്. BJP-ക്കെതിരെ ശക്തമായ ചില നീക്കങ്ങൾ നടക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണിത്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. LDF-ഉം UDF-ഉം അവര് ഒറ്റക്കെട്ടായിട്ട് നമുക്കെതിരെ നിൽക്കുകയാണല്ലോ. അതുകൊണ്ടാണ് നമ്മളുടെ BJP-യുടെ മലയോര മേഖലകളിൽ BJP വളരുന്നു, BJP ശക്തി പ്രാപിക്കുന്നു. കാരണം ഞാൻ ഇലക്ഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നമ്മൾ ആളുകളോട് വോട്ട് അഭ്യർത്ഥിച്ചപ്പോഴും നമ്മുടെ സ്വീകരണ സ്ഥലത്തും ധാരാളം കുടിയേറ്റക്കാർ ഈ BJP-യിലേക്ക് കടന്നു വരുന്നു, നമ്മുടെ BJP-യിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ടുള്ള ഒരു അസൂയാണ് അവർക്ക്. അത് കോൺഗ്രസിന്റെ എടക്കര പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആലി സമ്പാട്ടിന്റെ മകൻ കടന്നു വന്നു. അതേപോലെ തന്നെ CPM-ന്നും ധാരാളം പേർ കടന്നു വന്നു. ധാരാളം വിമുക്ത ഭടന്മാർ BJP-യിലേക്ക് സജീവമായി രംഗത്ത് വന്നു. അതിനുള്ള അസൂയയും കാര്യങ്ങളുമാണ്. ഭാരതീയ ജനതാ പാർട്ടി നിലമ്പൂർ ശക്തിപ്പെടുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് കണ്ട് വിരളി പൂണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും നമുക്കെതിരായി ചെയ്യുന്ന ഒരു കുൽസിത ശ്രമങ്ങളാണിതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരാജയ ഭീതിയിലുള്ള അവസാനവട്ട വ്യാജ പ്രചരണങ്ങളായി കൂടി ഇതിനെ കാണേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ കാണണം. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നേറ്റം കണ്ട് അസൂയ പൂണ്ട് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ മോഹൻ ജോർജ്, ഈ ഒരു ഘട്ടത്തിൽ നമ്മോടൊപ്പം പ്രതികരിച്ചതിന്. എന്തായാലും വ്യാജ പ്രചരണമാണ് നടക്കുന്നത് എന്നാണ് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ജനം TV-യോട് പ്രതികരിച്ചിരിക്കുന്നത്. തൻ്റെ പേരിൽ നടക്കുന്ന വ്യാജ പ്രചരണമാണ്, താൻ പറഞ്ഞ കാര്യങ്ങളെ വളച്ചൊടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനുവേണ്ടി ചില മാധ്യമങ്ങളെ കൂടി കൂട്ടുപിടിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്.